ഒരു മാസ് മൂവി എങ്ങനെയാണ് എൻജോയബിൾ ആവുന്നത്? അതിന് സിനിമയുടെ മേക്കിംഗ് ക്വാളിറ്റീസ് മാത്രമാണോ ഫാക്ടർ, അതോ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വെൽക്കം ടു സെല്ലുലോയിഡ് റാങ്കിങ്സ്. മൈ നെയിം ഇസ് ആനന്ദ് ആൻഡ് ഐ മേക്ക് വീഡിയോസ് ഓൺ സിനിമ. നമുക്ക് ഏറ്റവും റീസെന്റ് ആയ കുറച്ച് എക്സാമ്പിൾസ് എടുക്കാം. കൂലി എന്തുകൊണ്ട് തിയേറ്ററിൽ അത്രയ്ക്ക് വർക്കായില്ല, ബട്ട് ജയിലർ വർക്കായി. എമ്പുരാൻ വർക്ക് ആവാത്ത സോണിൽ തുടരും വർക്കായി. വൈ? ദർ ആർ എ കപ്പിൾ ഓഫ് ഫാക്ടേഴ്സ്, ബട്ട് ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദിസ്. ഏതൊരു സിനിമയ്ക്ക് ഏറ്റവും വലിയ ഫാക്ടറാണ് ഇമോഷണൽ കണക്ട്. മാസ് സിനിമയിലേക്ക് വരുമ്പോൾ സ്റ്റാർ എത്ര, ആക്ടർ എത്ര എന്നുള്ള റേഷ്യോ അനുസരിച്ചിരിക്കും ഈ ഇമോഷണൽ കണക്ട് വരുന്നത്. ജയിലറിൽ രജനീകാന്തിന്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ടൈം കൊടുക്കുന്നുണ്ട്. ഇൻട്രോ കഴിഞ്ഞാൽ ആളുടെ വളരെ ഹ്യൂമൻ ആയിട്ടുള്ള ഒരു സൈഡാണ് നമ്മൾ കാണുന്നത്. മകൻ മരിച്ചു എന്നറിയുമ്പോൾ ഗ്രീഫ്, ദേഷ്യം, ഹെൽപ്ലെസ്നെസ്, ഇതൊക്കെ സെറ്റിൽ ചെയ്യാൻ സമയം കൊടുത്തിട്ടുണ്ട്. രജനീകാന്ത് എന്ന ആക്ടറിനെയാണ് നമ്മളപ്പോൾ കാണുന്നത്. ആ ഇമോഷൻസ് നമുക്കും കൂടെ ആ സമയത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് രജനീകാന്ത് റിവെഞ്ച് എടുക്കുമ്പോൾ നമ്മൾ എണീറ്റ് നിന്ന് കൈയടിക്കുന്നത്. വി വാണ്ട് ദാറ്റ് റിവെഞ്ച് ആസ് മച്ച് ആസ് ഹി ഡസ്. നൗ കൺസിഡർ കൂലി. രജനീകാന്തിന്റെ ക്യാരക്ടറിനെ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ ടൈമേ കൊടുത്തിട്ടില്ല. ഫ്രണ്ട് മരിച്ചു എന്നറിയുമ്പോൾ ഇമോഷൻസ് പ്രോസസ് ചെയ്യാനുള്ള സമയം കൊടുത്തിട്ടില്ല. അവിടെ തന്നെ വലിയൊരു ഡിസ്കണക്ട് വന്നു. ഇനി അത് മാത്രമല്ല, പ്ലോട്ട് വളരെ റഷ്ഡ് ആയിരുന്നു. ഒന്നിന് മേലെ ഒന്ന് ഡീറ്റെയിൽസ് ഇങ്ങനെ പൈലപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. ഒന്നിനൊരു ബ്രീത്തിങ് സ്പേസ് ഇല്ല. ഒരു ഫൈറ്റ് ഒക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അതിന് തൊട്ട് മുന്നത്തെ ഇമോഷൻ വർക്കാണ്, എന്നാലേ നമുക്കൊരു വാണ്ട് ഉണ്ടാവുള്ളൂ ആ ഫൈറ്റിൽ. സെയിം ഗോസ് വിത്ത് എമ്പുരാൻ. അബ്രാം ഖുറേഷി ആയിട്ട് നമുക്കൊരു ഇമോഷണൽ കണക്ട് ഉണ്ടാവുന്നില്ല. വി ഓൺലി സീ മോഹൻലാൽ ദ സ്റ്റാർ ആൻഡ് ഖുറേഷി ദ ഓവർലോഡ്. ബട്ട് ഷൺമുഖത്തിന്റെ കേസ് നേരെ തിരിച്ചാണ്. അയാളുടെ പേഴ്സണാലിറ്റി നമുക്കറിയാം, ഫാമിലിയെ നമുക്കറിയാം, അയാളെ റിലേറ്റബിൾ ആയിട്ടും വൾണറബിൾ ആയിട്ടും നമ്മൾ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ സിനിമയിൽ എല്ലാ മാസ് സീൻസും ഫൈറ്റ് സീൻസും നമ്മളെ എക്സൈറ്റഡ് ആക്കുന്നത്. നമുക്ക് ആ ഫൈറ്റ് കാണണം, വില്ലന്മാരെ നമുക്ക് തന്നെ അടിച്ചിടാൻ തോന്നും. Now there are more factors like this that influence a movie, but അത് പിന്നേക്കുള്ള ഒരു കഥയാണ്.